ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് 11 മുതൽ മിഥുനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗുരു നേർസഞ്ചാരത്തിലാകുന്നു. അപ്പം ഗുരു നേർസഞ്ചാരത്തിലാകുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ഗുണാനുഭവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഗുരു മിഥുനം രാശിയിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ 2026 മാർച്ച് 10 വരെ ആ ഗുരു മിഥുനം രാശിയിൽ വക്രത്തിലായിരിക്കും. കഴിഞ്ഞ ഡിസംബർ 5 മുതൽ ഗുരു മിഥുനം രാശിയിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗുരു മാർച്ച് 11 മുതൽ മിഥുനം രാശിയിൽ വക്രഗതി മാറി നേർസഞ്ചാരത്തിലാകുന്നു. ജൂൺ 1 വരെ ആ മിഥുനം രാശിയിൽ ഗുരു നേർസഞ്ചാരത്തിൽ ഉണ്ടാകും. അപ്പം ഗുരു എന്ന് പറയുമ്പം തന്നെ നമുക്ക് വേഴഗ്രഹം എന്ന് പറയുമ്പം തന്നെ ധനത്തിൻ്റെ ഗ്രഹമാണ്, ജ്ഞാനത്തിൻ്റെ ഗ്രഹമാണ്, ബുദ്ധിശക്തിയുടെ ഗ്രഹമാണ്, സന്താന സംബന്ധമായ വിഷയത്തിൻ്റെ ഗ്രഹമാണ്, ഉന്നതമായ ചിന്തയുടെ ഗ്രഹമാണ്, സത്പ്രവർത്തികളുടെ ഗ്രഹമാണ്, നമുക്ക് ഡിവൈനായിട്ടുള്ള ബ്ലെസ്സിങ്സ്, ഈശ്വര കടാക്ഷങ്ങളുടെയൊക്കെ ഗ്രഹമാണ്, ഗുരുത്വത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗുരുഗ്രഹമാണ് ഇപ്പം മിഥുനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഗുരുഗ്രഹം, പ്രത്യേകിച്ച് സർവേശ്വരകാരകനായിട്ടുള്ള ഗുരു മാർച്ച് 11 മുതൽ നേർസഞ്ചാരത്തിലാകുക എന്ന് പറയുമ്പോൾ, ഗുരു വക്രത്തിൽ സഞ്ചരിച്ചപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ സംശയങ്ങൾ, അല്ലെങ്കിൽ മെല്ലപ്പോക്ക്, അതൊക്കെ തന്നെ പൊടുന്നനെ മാറുകയും നമുക്ക് പ്രത്യേകിച്ച് അതിലൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടും, തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിലാകുന്ന സമയം എന്ന് പറയാം. കാര്യങ്ങൾക്ക് വന്ന തടസ്സങ്ങളൊക്കെ മാറി വളരെ വേഗത്തിൽ ആ കാര്യസാധ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ജാതകത്തിൽ ഗുരു ഏത് ഭാവാധിപതിയാണ് എന്നുള്ളതും, അതുപോലെ മിഥുനം രാശി എന്ന് പറയുന്നത് ഏത് ഭാവരാശിയാണ്, അതിൻ്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ഗുരുവിൻ്റെ മിഥുനം രാശിയിലെ വക്രസ്ഥിതി മാറിയുള്ള നേർസഞ്ചാരം വ്യത്യസ്ത രീതിയിലുള്ള ഗുണാനുഭവങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ഗുരു നേർസഞ്ചാരത്തിലാകുന്നതിൻ്റെ, മിഥുനം രാശിയിൽ നേർസഞ്ചാരത്തിലാകുന്നതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് ഈ മിഥുനം രാശിയിൽ ഗുരു വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് അവരുടെ 5ാം ഭാവാധിപനുമാണ്, അഷ്ടമ ഭാവാധിപനുമാണ്. അപ്പോൾ 5, 8 ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ അവരുടെ 11 സഞ്ചരിക്കുകയാണ്. പക്ഷേ ആ ഗുരു കഴിഞ്ഞ ഡിസംബർ 5 മുതൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. വക്രസ്ഥിതിയൊക്കെ മാറി മാർച്ച് 11 മുതൽ ആ ഗുരു 11ാം ഭാവരാശിയിൽ മാർച്ച് 11 മുതൽ നേർസഞ്ചാരത്തിലാകുന്നു. ജൂൺ 1 വരെ ആ ഗുരു വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയിലായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് വരുന്നത്. കാരണം 11 എന്ന് പറയുന്നത് ഇഷ്ടസ്ഥാനവും കൂടിയാണ്. അപ്പോൾ 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ്. 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 11 വക്രസ്ഥിതി മാറുക എന്ന് പറയുമ്പം തന്നെ ആ 11 പറയുന്നത് വളരെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനബലമുണ്ട്. അതുപോലെ തന്നെ ആ ഗുരുവിന് ദൃഷ്ടി ബലവും ഉള്ള സമയമാണെന്ന് പറയാം. അപ്പോൾ പൊതുവെ നമുക്ക് 11ാം ഭാവം എന്ന് പറയുമ്പം തന്നെ ധനനേട്ടത്തിൻ്റെ സമയമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നത്. അഷ്ടമ രാശിയിലെ പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപനും കൂടിയാണ് ആ ഗുരു. ആ അഷ്ടമരാശിയിൽ ഇപ്പോൾ ശനിയൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയവും വേണം. അപ്പോൾ ഈ 11 വേഴത്തിന് അഷ്ടമരാശിയിൽ നിൽക്കുന്ന ശനിയുടെ ദോഷം കുറയ്ക്കുന്നതിനും കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക.
ഇപ്പം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 5-ാം ഭാവാധിപൻ 11-ലൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിൽ വന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ പഠനത്തിൽ വന്ന മെല്ലപ്പോക്ക്, കൺഫ്യൂഷൻസ് ഇവയൊക്കെ മാറി അക്കാഡമിക് തലത്തിൽ അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കിട്ടുന്ന സമയമായിരിക്കും മാർച്ച് 11 മുതൽ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമായിരിക്കും. അത് മാത്രമല്ല ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ഗുരു നിൽക്കുന്നത് 11-ൽ. അപ്പോൾ ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴിയോ സുഹൃത്തുക്കൾ വഴിയോ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ഒക്കെ തന്നെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് നമുക്ക് കാണാം. പൊതുവെ നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് നമുക്ക് ഈ ഗുരുവിൻ്റെ നേർസഞ്ചാര സമയത്തെ കാണാം. അതുപോലെ തന്നെ സന്താനങ്ങൾ, പ്രത്യേകിച്ച് 5-ാം ഭാവാധിപനാണ്. 5-ാം ഭാവാധിപൻ 11 സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ സന്താനങ്ങളൊക്കെ കൊണ്ട് ഗുണമുണ്ടാകും, സന്താനങ്ങൾക്ക് ഗുണമുണ്ടാകും, അവരെ കൊണ്ട് ഈ ജാതകർക്ക് ഗുണമുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. ആത്മജ്ഞാനമൊക്കെ കൂടുന്ന സമയമായിരിക്കും. പുതിയ പുതിയ സുഹൃത്തുക്കൾ, അതുപോലെ ഉന്നത വ്യക്തികൾ, ഇവരുമായിട്ടൊക്കെയുള്ള ഒരു അവരെ മീറ്റ് ചെയ്യുന്നതിനും അവരെ കൊണ്ട് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്നതിനും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. പൊതുവെ വിവിധ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ധനാഗമം പ്രതീക്ഷിക്കാം. ലാഭകരമായിട്ടുള്ള മുതൽ മുടക്കുകൾ ഈ സമയത്തുണ്ടാകും. ഇപ്പോൾ ബിസിനസ്സുകാർക്കൊക്കെ ലാഭവർദ്ധനവിനൊക്കെ സാധ്യതയുള്ള സമയമാണ് 11-ൽ ഗുരു നേർസഞ്ചാരത്തിൽ വരിക വഴി ധനസ്ഥിരത പ്രതീക്ഷിക്കാവുന്ന സമയം. അപ്പോൾ ഗുരു 8-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 8-ാം ഭാവാധിപനായതുകൊണ്ട് പ്രത്യേകിച്ച് 8-ാം ഭാവാധിപൻ 11-ൽ വരിക എന്ന് 11-ൽ നേർസഞ്ചാരത്തിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജ്യേഷ്ഠ സഹോദരൻ്റെ ഇപ്പോൾ ആരോഗ്യകാര്യത്തിൽ അല്പം ചിലപ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം ചില മേഖലകളിൽ പ്രത്യേകിച്ച് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നവർ, അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതുപോലെ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇൻഷുറൻസിൽ പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർ, അവർക്കൊക്കെ തന്നെ വളരെ വലിയ നേട്ടമായിരിക്കും ഈ 8-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 11 സഞ്ചരിക്ക വഴി ഉണ്ടാകുന്നത്. പൊതുവെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ സമയത്ത് 11-ലെ ഗുരു വക്രസ്ഥിതി മാറുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി 11 എന്ന് പറയുന്നത് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനപരമായിട്ട് സ്ഥാനബലമുള്ള രാശിയാണ്. അതേസമയം 11 നിൽക്കുന്ന ഗുരു മറ്റ് ചില ഭാവരാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതായത് ഈ ഗുരു എന്ന് പറയുമ്പോൾ അവരുടെ 5-ാം ഭാവമായിട്ടുള്ള 5-ാം ഭാവരാശിയിൽ അത് 5-ാം ഭാവം, അതായത് 11-ൻ്റെ 5-ാം ഭാവം എന്ന് പറയുന്നത് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 3-ാം ഭാവരാശിയാണ്. അപ്പം 3-ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരികയാണ്. അപ്പോൾ 3-ലേക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. യാത്രകൾ ഉണ്ടാകും, യാത്രകൾ കൊണ്ട് ഗുണം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ എഴുത്തിൽ, പ്രസിദ്ധീകരണത്തിൽ, പ്രഭാഷണത്തിൽ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുരുവിൻ്റെ വക്രസ്ഥിതി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അതിന് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലൊക്കെ പുതിയ ആശയങ്ങൾ വരുന്ന സമയമെന്ന് പറയാം. ശുഭാപ്തി വിശ്വാസം കൂടുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്ന സമയമാണ്. ആലസ്യമൊക്കെ മാറുന്ന സമയമാണ്. ധൈര്യം, വീര്യമൊക്കെ കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. പൊതുവേ നമുക്ക് പൊതുജനങ്ങളുമായിട്ടൊക്കെ സമ്പർക്കമൊക്കെ പുലർത്തുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പൊതുജനങ്ങളിൽ നിന്നൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് അതിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ സഹോദരങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഒക്കെ മാറി അവരുമായിട്ടൊക്കെ നല്ല ബന്ധമൊക്കെ ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എങ്കിലും അല്പം ക്ഷമയും സഹനശക്തിയൊക്കെ നമുക്ക് ഈ സമയത്ത് വേണം. അയൽവക്കക്കാരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ തർക്കങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് ഈ സമയത്ത് മാറും എന്ന് തന്നെ പറയാം. സൗഹൃദങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിട്ട് ആ 3-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് പറയാം. ഇനി ഈ ഗുരു 11 നിന്നുകൊണ്ട് 5-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപനാണ് ഗുരു. 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 11 വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വക്രസ്ഥിതി മാറുമ്പോൾ 5-ാം ഭാവസംബന്ധമായ കാര്യങ്ങൾ വളരെ
പുഷ്ടിപ്പെടുന്ന സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയം, അവരുടെ ഒരു കാര്യം അപഗ്രഥിച്ച് അതിൻ്റെ അപഗ്രഥന ശേഷിയൊക്കെ കൂടാവുന്ന സമയമാണ്. നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കൂടുതൽ ജ്ഞാനം ആർജിക്കാൻ കഴിയുന്ന സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമാണ് പഠിതാക്കൾക്ക്. അതുപോലെ നമുക്കിപ്പോൾ ഒരു പുതിയ കോഴ്സിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാർച്ച് 11 മുതൽ അതിനനുകൂലമായിട്ടുള്ള സമയമാണ്. അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ്. അക്കാഡമിക് തലത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമായിട്ട് എടുക്കാം. കോമ്പറ്റിറ്റീവും പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനും അനുകൂല സമയമാണ്. ക്രിയേറ്റീവ് തലത്തിൽ ഇപ്പോൾ എഴുത്തുകാർ, കലാകാരന്മാർ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ നിന്ന് വലിയ നേട്ടം ഉണ്ടാകും. അത് പ്രത്യേകിച്ച് ക്രിയേറ്റീവ് തലത്തിലൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കലാകാരന്മാർക്ക് എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ കിട്ടുന്ന സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുന്ന സമയമാണ്. മന്ത്രസിദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ആത്മീയ ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശം കിട്ടാവുന്ന സമയമാണ്. അവരെയൊക്കെ കണ്ടെത്തുന്നതിനും അവരെ കണ്ടുമുട്ടി അവരുടെയൊക്കെ നല്ല അഡ്വൈസൊക്കെ സ്വീകരിച്ച് പോകാനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. ഉന്നത തലങ്ങളിലൊക്കെ ഉപദേശമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ഈ മതസ്ഥാപനങ്ങളും മതപണ്ഡിതന്മാരുമായിട്ടുള്ള സൗഹാർദ്ദം ചിലപ്പോൾ ഈ സമയത്തുണ്ടാകും. അതൊക്കെ വളരെ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്ന് ഈ കുറുകാർക്ക് എന്തെങ്കിലും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ സന്താനങ്ങൾക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്കും സന്തോഷകരമായിട്ടുള്ള വാർത്ത ശ്രവിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. കമിതാക്കൾക്കും അനുകൂല സമയമാണ്. ഇപ്പോൾ പ്രണയബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും അവർക്ക് ആ ഒരു സ്മൂത്തായിട്ടുള്ള പ്രണയബന്ധം കൊണ്ടുപോകുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. 11 നിൽക്കുന്ന ഗുരു അവരുടെ 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ചും 11ൻ്റെ 9ാം ഭാവമാണ് 7 എന്ന് പറയുന്നത്. അപ്പോൾ 7ാം ഭാവാധിപൻ ഇപ്പോൾ 8 സഞ്ചരിക്കുന്ന സമയമാണ്. 7ാം ഭാവാധിപൻ 8 സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് വിവാഹ ആലോചനകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ 7ാം ഭാവാധിപൻ 8 സഞ്ചരിക്കുകയും അതുപോലെ തന്നെ ശനി മാർച്ച് 10 വരെ 11 വക്രത്തിൽ സഞ്ചരിച്ചിട്ട് 7 ദൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം വിവാഹ ആലോചനകളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ വന്നിട്ടുള്ളവർക്ക് ആ തടസ്സങ്ങൾ ഒരു പരിധിവരെ നീക്കാൻ ആ 7 ഗുരുവിൻ്റെ നേർസഞ്ചാരത്തിലുള്ള ആ ദൃഷ്ടി കൊണ്ട് കഴിയും. അതുപോലെ തന്നെ ചിലപ്പോൾ നല്ല ഒരു ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ ഒരു ശ്രമം ഉണ്ടാകും. എങ്കിലും 7 രാഹു ഉള്ള സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. 7 രാഹു നിൽക്കുന്ന സമയമായതുകൊണ്ട് ആ പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചാടിക്കയറി ഒരു തീരുമാനം എടുക്കരുത്. നമ്മളെ ജീവിത പങ്കാളി അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ വിലയിരുത്തി ഉള്ള ഒരു സെലക്ഷൻ ഈ സമയത്ത് ഉണ്ടാകണം. എങ്കിൽ ഈ 7 ഗുരുവിലെ ദൃഷ്ടി എന്ന് പറയുന്നത് നമുക്കൊരു നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം ആ 7 ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകും. അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ ഇപ്പോൾ 7 രാഹു നിൽക്കുന്നു, 7ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ റിലേഷൻഷിപ്പ് അത്രത്തോളം ഒരു അനുകൂലമായിട്ടുള്ള സമയമല്ല. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ ഉള്ള ആ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിനും ആ 7 ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. അപ്പം മാരിറ്റൽ റിലേഷൻഷിപ്പിലെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കുന്നതിന്, അതിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും. ഇപ്പോൾ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കമൊക്കെ കുറയ്ക്കുന്നതിന് അത് സഹായകമാണെന്ന് പറയാം. അതുപോലെ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വന്നിട്ടുള്ളവർക്ക് ആ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ആ 7 ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. എങ്കിലും രാഹുവൊക്കെ 7 നിൽക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് നമ്മളത് ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്ന വിഷയത്തിലായാലും, അതുപോലെ മാരിറ്റൽ റിലേഷൻഷിപ്പിലെ തർക്കങ്ങളായാലും, അതുപോലെ ബിസിനസ്സിൽ ഉള്ള പാർട്ട്നേഴ്സുമായിട്ടുള്ള ബന്ധത്തിലായാലും ഒക്കെ ഒരു കെയർ വേണം. എല്ലാത്തിലും നമ്മൾ സഡനായിട്ടുള്ളൊരു തീരുമാനം എടുക്കരുത്. വളരെ വിവേക ബുദ്ധിയോട് ഉപയോഗിച്ച് മുതിർന്നവരുമായിട്ട് ആലോചിച്ച് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. എങ്കിലും 7 ഗുരുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് നിലവിലുള്ള പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം.
അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള, പ്രത്യേകിച്ച് 7 രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ഇൻറ്റിമസി, അപ്പോൾ അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും 7 ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. അപ്പോൾ അത് ജീവിത പങ്കാളി വഴിയോ ബിസിനസ് വഴിയോ ഒക്കെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഗുരു മിഥുനം രാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. അത് കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുമ്പോൾ അവരുടെ 4-ാം ഭാവാധിപനുമാണ്, 7-ാം ഭാവാധിപനുമാണ്. ഈ 4ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു മാർച്ച് 10 വരെ അവരുടെ കർമ്മസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 11 മുതൽ ആ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുകയാണ്. അപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 10 നേർസഞ്ചാരത്തിൽ വരികയാണ്. അപ്പോൾ കർമ്മസ്ഥാനത്ത് ഗുരു നേർസഞ്ചാരത്തിലാകുക എന്ന് പറയുമ്പോൾ കർമ്മസംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു എക്സ്പാൻഷൻ ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതായത് കർമ്മ മേഖലയിൽ എന്തെങ്കിലും മെല്ലപ്പോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറി അത് കുറച്ച് സ്മൂത്താക്കുന്നതിനും നമുക്ക് കർമ്മമേഖല കുറച്ചുകൂടെ വിപുലമാക്കുന്നതിനും കർമ്മമേഖലയിൽ നമുക്ക് ഒരു എക്സ്പാൻഷൻ ഉണ്ടാകുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിലിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം, തൊഴിലെടുത്ത പ്രശ്നങ്ങളൊക്കെ പരിഹാരം ഉണ്ടാകാം, പൊതുവെ ഒരു കർമ്മസുഖമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിലിലൊക്കെ ചിലപ്പോൾ ഈ സ്ഥാനക്കയറ്റത്തിനൊക്കെ ആഗ്രഹിച്ച് ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് അതിനൊരു സാധ്യതയും കാണുന്നുണ്ട്. തൊഴിൽ വഴിയൊക്കെ വരുമാന വർധനവ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ 4-ാം ഭാവാധിപനും കൂടിയാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ചിലപ്പോൾ തൊഴിലിന് കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തൊഴിൽ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ശത്രുക്കളുടെയൊക്കെ ഉപദ്രവം കുറയുന്ന സമയമാണ്. ഗുരു 7-ാം ഭാവാധിപനും കൂടിയാണ് എന്നതിനാൽ തന്നെ അപ്പോൾ 7-ാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിക്കൊക്കെ ചിലപ്പോൾ തൊഴിലിലൊരു ഉയർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനും അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കാണുന്നത്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ തന്നെ നമുക്ക് മാത്രമല്ല, ഇപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 7-ൽ ശനി നിൽക്കുന്ന സമയമാണ്, കണ്ടകശനി സമയമാണ്. അപ്പോൾ ഈ ശനി 7 നിൽക്കുന്നത് കൊണ്ട് ഉള്ള ആ ദോഷം ഒരു പരിധിവരെ 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി കർമ്മസ്ഥാനത്ത് വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുന്നത് ആ കണ്ടകശനിയുടെ ദോഷം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും സഹായകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പൊതുവെ നമുക്ക് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ എക്സ്പാൻഷൻ ഉണ്ടാകാം, ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം, ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം, കുടുംബ അംഗങ്ങൾക്ക് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ 10-ൽ നിൽക്കുന്ന ഗുരു, ആ ഗുരു അവരുടെ ഈ കുറുകാരുടെ 2-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതായത് 10-ാം ഭാവത്തിൻ്റെ 5-ാം ഭാവരാശിയാണ് ഈ കുറുകാരുടെ 2-ാം ഭാവം എന്ന് പറയുന്നത്, അവിടെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് ആ ഗുരു നേർസഞ്ചാരത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ തൊഴിൽ, ബിസിനസ് അല്ലെങ്കിൽ ജീവിത പങ്കാളി വഴി ഒക്കെ ധനാഗമം ഉണ്ടാകാവുന്ന സമയമായിരിക്കും. കുടുംബത്തിൽ പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ സഹായം നമുക്കുണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ ചിലർക്ക് പ്രൊഫഷണൽ തലത്തിലൊക്കെ സാലറി വർധനവിന് സാധ്യത കാണുന്നുണ്ട്. ലാഭകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കുടുംബ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അതിൽ ലാഭകരമായിട്ടുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടാകും. സാമ്പത്തികമായിട്ടൊരു സ്ഥിരത, സമ്പാദ്യമൊക്കെ വർദ്ധിക്കാനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ആ 2-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ ഒക്കെ മെച്ചപ്പെടുന്ന സമയമായിരിക്കും. അപ്പം പൊതുവേ നമ്മുടെ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമെന്ന് പറയാം. അതുപോലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയുന്ന സമയമാണ്. കുടുംബത്തിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുവെ നമുക്ക് ധനസുഖം അനുഭവപ്പെടാവുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിലും സന്താനങ്ങൾ വഴിയും സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയും
ഇപ്പോൾ ഓഹരി വിപണിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആയാലും അതുവഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. 10ൽ നിൽക്കുന്ന ഗുരു അത് ഈ കുറുകാരുടെ 4-ാം ഭാവരാശി, അതായത് 10ാം ഭാവത്തിൻ്റെ 7ാം ഭാവം അവിടെ ദൃഷ്ടി ചെയ്യുന്നു, അതായത് 4 ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഗുരു 4ലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്, വാഹനം, വസ്തുക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഗുണാനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. പ്രത്യേകിച്ച് ഗൃഹത്തിലൊക്കെ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം, സമാധാനമൊക്കെ നിലനിർത്തുന്നതിനുള്ള ഒരു അനുകൂല സാഹചര്യമാണ് ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പം മാതാവിനൊക്കെ സുഖാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് 4ാം ഭാവാധിപൻ 4ൽ തന്നെ നോക്കുകയാണ്. അപ്പം സുഖസ്ഥാനാധിപൻ സുഖസ്ഥാനത്ത് നോക്കുന്നു. പ്രത്യേകിച്ച് കുടുംബത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിരിക്കും. കുടുംബാംഗങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തീർക്കുന്ന സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പൊതുവേ നമുക്ക് തുറന്ന ഒരു സമീപനം കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകും. അതൊക്കെ കുടുംബത്തിൽ സുഖാനുഭവങ്ങൾ, സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വഴിതെളിക്കും. പഠിതാക്കൾക്കും ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ നമുക്ക് കുടുംബത്തിൽ നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ കൂടുതൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നൊരു സമയമായിരിക്കും. അങ്ങനെ കുടുംബ മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കുന്ന സമയമായിട്ടും കൂടെ ഈ 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 4 ദൃഷ്ടി വഴി പറയാം. ഇനി ഈ ഗുരു ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 6ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് 10ൻ്റെ 9ാം ഭാവമാണ് ഈ 6 എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കടബാധ്യതയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ഗുരുവിൻ്റെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യുന്നു. പ്രത്യേകിച്ച് 6ൽ രാഹു നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ ലോണിനൊക്കെ അപേക്ഷിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ ശത്രുക്കളുടെയൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയന്ത്രിക്കുന്നതിനും ഈ 6ലെ രാഹുവിൻ്റെ സ്ഥിതിയും അതുപോലെ 6ലേക്കുള്ള ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വഴിതെളിക്കുമെന്ന് പറയാം. നമ്മുടെ പ്രവർത്തന മേഖലയിൽ, നമ്മുടെ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടൊക്കെ ഒഴിവാക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്ത് പ്രശ്നമായാലും അത് നമുക്ക് ചർച്ച ചെയ്ത് വിവേകബുദ്ധിയോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ കേസുകളൊക്കെ ഉള്ളവർക്ക് അവരുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ആ വ്യവഹാരങ്ങളിലൊക്കെ അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. പൊതുവെ കടബാധ്യത, അതുപോലെ അനാവശ്യ ചെലവ്, ഇവയിലൊക്കെ നമ്മൾ ഒരു അച്ചടക്കമൊക്കെ പാലിക്കുന്ന സമയമെന്ന് പറയാം. അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഈ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും പൊതുവെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ഒരു ആശ്വാസം കണ്ടെത്താനൊക്കെ കഴിയുന്ന സമയമാണ്. ജീവിതക്രമത്തിലൊക്കെ തന്നെ ഒരു മാറ്റമൊക്കെ വരുത്തുന്നതും പ്രത്യേകിച്ച് ചിട്ടയായിട്ടുള്ള വ്യായാമം, അതുപോലെ യോഗ, ധ്യാനം ഇവയൊക്കെ ശീലിച്ച് അതൊക്കെ നടത്തി പോകുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹാരം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഗുരു മിഥുനം രാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്ത് വരുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പം ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, അതുപോലെ ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് 3ഉം 6ഉം ഭാവാധിപനാണ്. ആ ഗുരു ഇപ്പോൾ 9ൽ സഞ്ചരിക്കുകയാണ്, വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 5 മുതൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. മാർച്ച് 11 മുതൽ ആ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു നേർസഞ്ചാരത്തിൽ വരികയാണ്. അപ്പോൾ ഈ 3ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് 9ൽ നേർസഞ്ചാരത്തിൽ വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവരാശി എന്ന് പറയുന്നത് ഇഷ്ടസ്ഥാനമാണ്. അപ്പോൾ ഒരു ഗുരുവിന് സ്ഥാനബലമുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ നമുക്ക് യാത്രകൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറും. പ്രത്യേകിച്ച് വിദേശ യാത്രകൾക്കുള്ള തടസ്സങ്ങൾ മാറും. അതുപോലെ ഉന്നത പഠനം വിദേശത്തൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. അതുപോലെ സഹോദരങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും, ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അവർ വഴിയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ യാത്രകൾ കൊണ്ട് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് എന്ന് പറയാം. 9ലാണ് ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ
ആത്മീയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും. തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ മീഡിയ പ്രവർത്തനം നടത്തുന്നവർക്ക്, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അവർക്കൊക്കെ തന്നെ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. നിയമം, അതുപോലെ തന്നെ തത്വശാസ്ത്രം, മാനേജ്മെൻറ്റ് ഇത്യാദി ഏരിയകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അത്തരം കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ അനുകൂല സമയമാണ്. ധർമ്മപ്രവർത്തനങ്ങളിലും ആത്മീയ കാര്യങ്ങളിലുമൊക്കെ താല്പര്യം കൂടുന്ന സമയമായിരിക്കും. ഗുരുക്കന്മാരുമായിട്ട് അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. പിതാവുമായിട്ടൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്ന സമയം കൂടെയാണ്. അവരുമായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറും. അതുപോലെ നമ്മൾ ഈ ഗുരുക്കന്മാർ അവരുമായിട്ടൊക്കെയുള്ള അനാദരവൊക്കെ ഒന്ന് ഒഴിവാക്കി പോകുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം. തൊഴിലിടത്ത് എന്ത് ചലഞ്ചസ് ഉണ്ടായാലും അവയൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാൻ കഴിയും. പൊതുവെ ക്ഷമയും നയതന്ത്ര ചാതുര്യവും നല്ല ചിന്തകളും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഏത് പ്രശ്നങ്ങളും അതിജീവിക്കാൻ കഴിയുന്ന സമയമാണ്. ഇനി 9 ആ ഗുരു നിൽക്കുകയാണ്. അപ്പോൾ സ്ഥാനബലമുണ്ട് ഗുരുവിന്. ആ ഗുരു അവരുടെ ജന്മരാശിയിൽ, ഈ കുറുകാരുടെ ജന്മ ലഗ്ന രാശിയിൽ ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ ഗുരുവിൻ്റെ ഒരു പോസിറ്റീവ് ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ ഇവർക്കൊരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഈ കുറുകാർക്കുണ്ടാകും. ആത്മജ്ഞാനം കൂടുന്ന സമയം എന്ന് പറയാം. ആത്മവിശ്വാസം കൂടുന്ന സമയമായിരിക്കും. ഏത് കാര്യവും കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് ഈ സമയത്ത് അവർക്കുണ്ടാകും. ആകർഷകമായിട്ടുള്ളൊരു വ്യക്തിത്വമായിരിക്കും. വിവേകബുദ്ധി കൂടുന്ന സമയമാണ്. ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ് അവർക്കുണ്ടാകും. അപ്പം നല്ല ചിന്തകൾ, നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് പൊതുവേ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഊർജം ഈ കുറുകാർക്ക് ഈ സമയത്ത് കൂടുന്ന സമയമെന്ന് പറയാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകും. പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൂടുന്ന സമയമാണ്. സ്വന്തം എഫർട്ട് കൊണ്ടുള്ള ഉപജീവനം ശക്തിപ്പെടുത്തുന്ന സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ 9 നിൽക്കുന്ന ഗുരു എന്ന് പറയുന്നത് ജന്മലഗ്നരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നതിന് പുറമെ ആ ഗുരു അവരുടെ 3-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഗുരു 3-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പം 3-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 3-ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ഈ സമയത്ത് ഏത് കാര്യത്തിലും മുൻപ് നിന്ന് ആ പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ളൊരു കഴിവ്, ധൈര്യം, വീര്യം, കാര്യപ്രാപ്തി ഒക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. ഫ്രണ്ട്സ് മുഖേന അല്ലെങ്കിൽ അയൽവക്കക്കാരുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ തന്നെ രമ്യമായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. അവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം ഈ സമയത്തുണ്ടാകും. സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ശക്തമാകുന്ന സമയമായിരിക്കും. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, മീഡിയക്കാർ, യൂട്യൂബ് പ്രവർത്തകർ, പബ്ലിക് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ തന്നെ ഒരു സത്പേരുണ്ടാകുന്ന സമയമെന്ന് പറയാം. ഒരു ഗുഡ് വില്ല് ആർജിക്കാൻ കഴിയുന്ന സമയമെന്ന് പറയാം. സംസാരത്തിലൊക്കെ തത്വചിന്ത പ്രതിഫലിക്കുന്ന സമയമായിരിക്കും. അത് മറ്റുള്ളവരെയൊക്കെ ആകർഷിക്കാൻ അനുകൂല സമയമാണ്. ഏത് കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. സഹോദരങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. മാനസികമായിട്ടുള്ള സംഘർഷം കുറയ്ക്കാൻ കഴിയും. മത്സരങ്ങളിലൊക്കെ അവർക്ക് വിജയം ഉറപ്പാണ്. എഴുത്തിലായാലും പ്രസിദ്ധീകരണത്തിലായാലും പ്രഭാഷണത്തിലായാലും ഒക്കെ തന്നെ പൊതുജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. പൊതുജനപ്രീതി കൂടുന്ന സമയം എന്ന് പറയാം. 9 നിൽക്കുന്ന ഗുരു അതിൻ്റെ 9-ാം ഭാവമായ 5-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ 5-ലേക്കൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ 5-ൽ രാഹുവും ഉണ്ട്. 5-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ പൂർവ്വ പുണ്യ സുഹൃതം അനുഭവത്തിൽ വരുന്ന സമയം എന്ന് പറയാം. അത് പഠിതാക്കൾക്ക് വളരെ അനുകൂല സമയമായിരിക്കും. അവർ ആഗ്രഹിക്കുന്ന കോഴ്സിൽ അഡ്മിഷൻ സാധ്യമാകുന്ന സമയമായിരിക്കും. ബുദ്ധിശക്തി, ഓർമ്മശക്തി, അപഗ്രഥനശേഷി ഒക്കെ കൂടുന്ന സമയമാണ്. അക്കാഡമിക് തലത്തിൽ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം സാധ്യമാകും. ക്രിയേറ്റീവ് വർക്കിലൊക്കെ തിളക്കമുണ്ടാകുന്ന സമയമായിരിക്കും. കലാപ്രവർത്തകർക്ക് അംഗീകാരത്തിൻ്റെ സമയമായിരിക്കും. ആത്മീയ വിഷയങ്ങളിലൊക്കെ വളരെ ഫോക്കസ് ഉണ്ടാകുന്ന സമയമായിരിക്കും. ഉപാസനാദി കാര്യങ്ങളിൽ മന്ത്രസിദ്ധിയൊക്കെ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. ആത്മജ്ഞാനം കൂടുന്ന സമയമാണ്. ഉന്നത തലങ്ങളിലൊക്കെ ഉപദേശം നൽകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അനുകൂല സമയമാണ്.
സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആ 5-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരികയാണ്. ഇപ്പോൾ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ഈശ്വര കടാക്ഷം ഉണ്ടാകുന്ന സമയമായിരിക്കും. പിതാവിൻ്റെ ഉപദേശമൊക്കെ പൊതുവെ ഗുണം ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മലഗ്നരാശിയിലെ ഗുരുവിൻ്റെ ദൃഷ്ടിയും 5-ലെ ഗുരുവിൻ്റെ ദൃഷ്ടിയും 3-ലെ ഗുരുവിൻ്റെ ദൃഷ്ടിയും തീർച്ചയായിട്ടും അവരുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനും കമ്മ്യൂണിക്കേഷൻ തലത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിനും അതുപോലെ അവരുടെ ഈ ഈശ്വരാദി കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഗുരു മിഥുനം രാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നത് എന്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കുറുകാർ എന്ന് പറയുമ്പം വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെ ആണ്. ഇപ്പോൾ വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഗുരു അവരുടെ 2-ാം ഭാവാധിപനുമാണ്, 5-ാം ഭാവാധിപനുമാണ്. ഇപ്പോൾ അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരു. മാർച്ച് 11 മുതൽ അഷ്ടമരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗുരു അഷ്ടമരാശിയിൽ നേർസഞ്ചാരത്തിലാകുകയാണ്. പൊതുവെ അഷ്ടമരാശി എന്ന് പറയുന്നത് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടരാശി അല്ല. അപ്പോൾ അഷ്ടമരാശി എന്ന് പറയുമ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു 8 നിൽക്കുന്നു, 2-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 8 നിൽക്കുക എന്ന് പറയുമ്പം തന്നെ ധനപരമായിട്ട് നമ്മൾ കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. ധനാഗമത്തിൽ ഒരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ ചിലപ്പം ഉണ്ടാകാം, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ധനാർജനത്തിന് അല്പം ഹാർഡ് വർക്കൊക്കെ വേണ്ടി വരുന്ന സമയം കൂടെയാണ്. അതുപോലെ കുടുംബത്തിൽ ഒരു സന്തോഷക്കുറവ്, 2-ാം ഭാവാധിപൻ പോയി നിൽക്കുന്നു, കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതിൽ ഒരു ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ഫ്ലക്ച്വേഷൻ അവിടെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബ ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില എക്സ്പെൻഡിച്ചറൊക്കെ ചിലപ്പോൾ ഇവർക്ക് ഈ കുടുംബത്തിന് വേണ്ടിയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വേണ്ടി വരാം. റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ചില കാര്യങ്ങളിലൊക്കെ റിസർച്ച് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ, ഇൻഷുറൻസ് വർക്കേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ്, അതുപോലെ എൻക്വയറി ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർ, അക്കൗണ്ടിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർ, അവർക്കൊക്കെ ആ മേഖലയിൽ അവർക്ക് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ഗെയിൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്പൗസിൻ്റെ ഫാമിലിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് കുറയ്ക്കാൻ കഴിയും. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് പ്രിവൻറ്റീവ് കെയറിലൂടെ ആശ്വാസം കണ്ടെത്താൻ കഴിയും. ഗുരു 5-ാം ഭാവാധിപനും കൂടെ ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കുറുകാരുടെ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 8-ലൊക്കെ ആണ് നിൽക്കുന്നത്. അത് വക്രത്തിലാണ്, ഇപ്പോൾ അത് നേർസഞ്ചാരത്തിലാവുന്നു. അപ്പോൾ 5th ലോഡ് 8-ൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ അല്പം ശ്രദ്ധ കൊടുക്കണം. ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർ, പഠിതാക്കൾ, കലാകാരന്മാർ, ഇവർക്കൊക്കെ അല്പം ജാഗ്രത വേണ്ടുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇവർക്ക് ഈ മേഖലയിൽ വരാം. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വരാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ 8-ലെ ഗുരു എന്ന് പറയുന്നത് പൊതുവെ സന്തോഷക്കുറവ് ഉണ്ടാക്കും എങ്കിലും അത് ഉദാരമതിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ 8-ൽ ഗുരു നിൽക്കുക എന്ന് പറയുമ്പം 8 ഇഷ്ടസ്ഥാനമല്ല എങ്കിലും ആ ഗുരു അഷ്ടമത്തിൽ നിന്നുകൊണ്ട് അവരുടെ 12-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ 12-ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ അത് നമുക്ക് 12-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പം പൊതുവേ നമുക്ക് ധനച്ചെലവുണ്ടാകാം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കാം, ചിലപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം, സാമ്പത്തിക, അതുകൊണ്ട് പൊതുവേ നമുക്ക് സാമ്പത്തിക അച്ചടക്കം വേണ്ടുന്ന സമയമെന്ന് പറയാം. ദൃഷ്ടിസ്ഥാനം 12ഉം അത്ര നല്ലതല്ല. അപ്പോൾ 8-ാം സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ദൃഷ്ടി. അപ്പോൾ 8ഉം നല്ലതല്ല, 12ഉം നല്ലതല്ല. അപ്പോൾ ധനപരമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ദൂരയാത്രകൾ, വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. വിസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവർക്ക്, നേരിട്ടിട്ടുള്ളവർക്ക് ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ പരിഹരിക്കാം. അതുപോലെ നമ്മുടെ ജംഗമ വസ്തുക്കൾ, നമ്മുടെ വാഹനങ്ങൾ, ആഭരണങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ ഒരു ഉത്കണ്ഠ ഉണ്ടാകുന്ന സമയവും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ചിലർക്ക്
ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആശുപത്രിവാസം, അതുപോലെ മെഡിക്കൽ എക്സ്പെൻസ്, ഇവയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലൊക്കെ ആശുപത്രിവാസമോ അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസോ ഒക്കെ കൂടാൻ സാധ്യതയുള്ള സമയം കൂടെയാണ്. നമ്മൾ ആത്യന്തിക സത്യം അറിയാനുള്ള ഒരാഗ്രഹം, ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ, ഇതൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്, പക്ഷെ ചിലവ് കൂടാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ഈ കൂറുകാരുടെ ഈ ഗുരു അവരുടെ 2ാം ഭാവാധിപനാണ്, അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട്. വക്രസ്ഥിതി മാറി ആ ഗുരു 8ൽ നേർസഞ്ചാരത്തിൽ നിന്നുകൊണ്ട് 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ 2ാം ഭാവാധിപൻ 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 8ൽ നിന്ന് 2ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ധനസ്ഥാനമാണ്. അപ്പോൾ നമുക്ക് ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അത് ചിലപ്പോൾ 8ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേട്ടമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേട്ടമാകാം, അല്ലെങ്കിൽ പ്രീവിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഉള്ള നേട്ടമാകാം, അല്ലെങ്കിൽ ജോയിൻ്റ് സംരംഭങ്ങളിൽ നിന്നുള്ള നേട്ടമാകാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് മുഖാന്തരമുള്ള നേട്ടമാകാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ഫാമിലി വഴിയുള്ള നേട്ടമാകാം, ചിലപ്പോൾ റിസർച്ച് നടത്തുക വഴി അതിൽ നിന്ന് കിട്ടുന്ന നേട്ടമാകാം, റിസർച്ച് ഗ്രാൻഡ് എന്നോ സ്കോളർഷിപ്പ് എന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ ലോട്ടറി വഴിയുള്ള നേട്ടവും ആകാം. അങ്ങനെ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങൾ ചിലപ്പോൾ ഈ കുറുകാർക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്കും അത് മുഖാന്തരം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടവും അതുവഴിയുള്ള ഒരു സമ്പാദ്യവും ചിലപ്പോൾ ഈ സമയത്ത് ഈ കുറുകാർക്ക് ഉണ്ടായെന്ന് വരാം. കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് കൂടുന്നതിന് സാധ്യതയുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ തന്നെ ആ 2ാം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു 2ൽ ദൃഷ്ടി ചെയ്യുന്നത് നല്ലതാണ്. മുതിർന്നവരുടെയൊക്കെ ഇടപെടൽ കൊണ്ടൊക്കെ കുടുംബത്തിലെ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുവേ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ ഒക്കെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന സമയമെന്ന് പറയാം. അതൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അതുപോലെ നമ്മുടെ ആഹാരത്തിലൊക്കെ ഒരു കെയർ കൊടുക്കുക വഴി, ചിട്ടയായിട്ടുള്ള വ്യായാമമൊക്കെ നടത്തുക വഴി, പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും. അതുപോലെ 8 നിൽക്കുന്ന ഗുരു ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 4ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് 8ൻ്റെ 9ാം ഭാവമാണ് ഈ 4ാം സ്ഥാനം എന്ന് പറയുന്നത്. അവിടെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ കുടുംബതലത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പോസിറ്റീവ് ചേഞ്ച്. 4ലൊക്കെ ഇപ്പോൾ രാഹു സ്ഥിതി ചെയ്യുന്ന സമയം കൂടെയാണ്. രാഹു 4ലുണ്ടെങ്കിലും ഇപ്പോൾ ഗുരു ദൃഷ്ടി ചെയ്യുന്നത് വക്ര ദൃഷ്ടിയാണ്. മാർച്ച് 11 മുതൽ ഗുരു നേർസഞ്ചാരത്തിൽ ദൃഷ്ടി ചെയ്യുകയാണ്. അത് ചില പോസിറ്റീവ് ചേഞ്ച് നമ്മുടെ ഫാമിലി തലത്തിൽ ഉണ്ടാക്കാം. ഇപ്പോൾ വീട്, വാഹനം, വസ്തുക്കൾ ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ 4ലെ രാഹു ഒരു തടസ്സമെന്ന് പറയാൻ പറ്റില്ല. അത്തരം കാര്യങ്ങൾക്കൊക്കെ അത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ രാഹു തരും. അതോടൊപ്പം തന്നെ 4ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ വരുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ്. സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനൊക്കെ ശ്രമം ഉണ്ടാകും. അതുപോലെ കുടുംബത്തിൽ ഇപ്പോൾ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട്, 4ലെ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ 4ൽ കുടുംബസ്ഥാനത്തുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിനും ഈ ഗുരുവിൻ്റെ 4ലെ ആ ദൃഷ്ടി വഴിതെളിക്കുമെന്ന് പറയാം. പൊതുവെ നമുക്ക് കുടുംബത്തിൻ്റെ സപ്പോർട്ടൊക്കെ ഈ സമയത്തുണ്ടാകും. കുടുംബത്തിലൊക്കെ ഉത്തരവാദിത്വം കൂടുന്ന സമയമാണ്. കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ നമുക്ക് പൊതുവെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തുമെന്ന് പറയാം. അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധുക്കളുമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ്. കുടുംബ പാരമ്പര്യം, കുടുംബ വിശ്വാസം, കുടുംബ മൂല്യം ഇവയൊക്കെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്ന സമയം കൂടെ ആയിരിക്കും. ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധിക്കും. പൊതുവേ നമുക്ക് കുടുംബ അന്തരീക്ഷമൊക്കെ ഒരു സന്തോഷകരമാക്കി കൊണ്ടുപോകാൻ ആ ഗുരുവിൻ്റെ അഷ്ടമരാശിയിലാണ് സ്ഥിതിയെങ്കിലും ആ 2ലും 4ലും ആ ഗുരുവിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ദൃഷ്ടി വരുന്നത് ഗുണം ചെയ്യുമെന്ന് പറയാം. അതുപോലെ വീട് മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവേ നമുക്ക് മാതൃബന്ധുക്കളുടെയൊക്കെ ഒരു സഹായം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.